ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ സൂര്യാസൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. സോ നമ്മൾ പല വീഡിയോസിലും കാണും, പല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ചെയ്യുന്നത്. ബട്ട് ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് പുറത്തു പോകുമ്പോൾ എങ്ങനെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് നമുക്ക് ചെയ്യാം, എങ്ങനെ ഭയങ്കര ഡ്യൂയി ഫിനിഷിംഗ് ഉള്ളൊരു മേക്കപ്പ് ചെയ്യാമെന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ ഫേസിലുള്ള ഡേർട്സ് കാര്യങ്ങളെല്ലാം നമ്മളൊരു കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് അത് വൈപ്പ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. സോ നമ്മൾ ഫേസ് മോയ്സ്ചറൈസർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ബാം യൂസ് ചെയ്യുക. നമ്മുടെ ലിപ്സ് ഭയങ്കര ക്രാക്ക്ഡ് ആയ പോലെ ഫീൽ ചെയ്യുക, നമ്മുടെ ലിപ്സ് ഭയങ്കര ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലിപ് ബാം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം ഞാനൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് എല്ലാം കുറച്ചുകൂടെ നല്ലപോലെ ഫീഡ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് NYBയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. ആൻഡ് അതിനുശേഷം ഞാൻ ഒരു ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അണ്ടർ ഐ ഡാർക്ക്നെസ് തുടങ്ങിയ കാര്യങ്ങൾ, ഈവൻ ടോൺ ഡിഫറൻസ് ഒന്നും എൻ്റെ ലിപ്പിൻ്റെ അവിടെ ആണെങ്കിലും അങ്ങനെ കാര്യമായിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ മാർക്സ് എല്ലാം ഞാൻ ഈ ഒരു ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ അപ്പർ ഹൈലിഡിലാണേലും അതുപോലെ താഴത്തേതും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇത് ഇൻസൈറ്റിൻ്റെ ഒരു കളർ കറക്റ്ററാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് കളർ കറക്റ്ററാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് തന്നെ സെയിം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ അണ്ടർ ഐ ഡാർക്ക്നെസ് ആൻഡ് എന്തെങ്കിലും പിമ്പിൾ മാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാം കേട്ടോ. ആൻഡ് ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്റർ എന്ന് പറയുമ്പോൾ ഇതങ്ങനെ ഒരുപാട് നമ്മുടെ പിമ്പിൾ മാർക്സൊന്നും അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ളതൊന്നും അങ്ങനെ ഫെയ്ഡ് ഔട്ട് ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് ഒരു 1 ലെയർ കവറേജ് തരും. എന്നിരുന്നാൽ പോലും നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കവറേജ് കിട്ടും. പക്ഷെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള പിമ്പിൾ മാർക്സ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഹൈഡ് ആവില്ല. പക്ഷെ നമുക്ക് ഒരുപാട് ഒരു പുട്ടി എഫക്റ്റ് വേണ്ടല്ലോ, ഒരു നാച്ചുറൽ ലുക്കാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻസൈറ്റിൻ്റെ എടുത്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് അതിനുശേഷം ഞാനൊരു കൺസീലർ യൂസ് ചെയ്തിട്ട് നമ്മുടെ അണ്ടർ ഐസിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടോർ ഏരിയാസിൽ, നമ്മുടെ നോസിൽ, അതുപോലെ ചീക്സിൽ, അതുപോലെ ലോവർ ചീക്സിൽ എല്ലാവിടെയും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മുടെ അണ്ടർ ഐസിലും അതുപോലെ നമ്മുടെ ഫോർഹെഡിൻ്റെ അവിടെയും ചീക്സിലും നമ്മൾ ഈ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ കൊണ്ടാണെങ്കിലും നമുക്ക് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ, ഈസിയാണ്. നമ്മൾ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൈ കുറച്ചുകൂടെ ഹൈജീനായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. നമ്മൾ കൈയാണ് ഏറ്റവും നല്ലൊരു ബ്ലെൻഡർ എന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ നമ്മൾ കൈ ആണെങ്കിലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. മൂന്നിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സെറ്റിംഗ് പൗഡറാണ് വേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഈ ഒരു പൗഡറാണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ മേക്കപ്പിൻ്റെ തന്നെ പല പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് സെറ്റിംഗ് പൗഡർ. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹിമാലയയുടെ ഒരു ബേബി പൗഡറാണ് കേട്ടോ. ഇത് നല്ലപോലെ സെറ്റ് ചെയ്ത് നിൽക്കാം. ഭയങ്കര നമ്മുടെ കണ്ണിനടിയിൽ നമ്മൾ ഈ കൺസീലർ യൂസ് ചെയ്തിട്ട് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ടതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതങ്ങനെ ഫെയ്ഡ് ഔട്ട് ആവില്ല കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഐ ഷാഡോ ഫിൽ ചെയ്യാം കേട്ടോ. നമ്മുടെ ഐ ഷാഡോ പാലറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാഴ്സിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ മേലെയെല്ലാം ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. സെപ്പറേറ്റ് ബ്രഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ മാഴ്സിൻ്റെ ഈ ഒരു പാലറ്റിൽ നമുക്ക് ബ്രഷ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് കംഫർട്ട് എന്ന് പറയുന്നത് ഈ കൈ കൊണ്ട് തന്നെ നമ്മുടെ ഐലിഡ്സിൽ ബ്ലെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെയിം ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ കൈയിൻ്റെ അല്ല, നമ്മുടെ കണ്ണിൻ്റെ താഴെയും ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ബേബിലൈൻ്റെ ഫൗണ്ടേഷനും അതുപോലെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബേസ് ഒരു പ്രൈമറും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈലൈറ്റർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഹൈലൈറ്റർ നമുക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ബേസും അതുപോലെ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മൾ കയ്യിൽ അത് രണ്ടിൻ്റെയും നമ്മൾ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നല്ലപോലെ അത് മിക്സപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ മേക്കപ്പ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതും നല്ലതാണ്, പക്ഷെ കയ്യിലെല്ലാം ഇവിടെ ആകും. ബ്ലെൻഡർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈ കവറേജ് കിട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ബ്രഷ് കൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കവറേജ് ഉണ്ടാവില്ല, പക്ഷെ നല്ലൊരു നീറ്റായിട്ടുണ്ടാവും, നല്ലൊരു എന്താ പറയുക നാച്ചുറൽ ലുക്കുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിൽ എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ മിക്സപ്പ് ചെയ്യാം. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ വരും കേട്ടോ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ ബ്ലഷ് ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷിംഗ് ബ്രൈഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡിൽ വരുന്നൊരു ബ്ലഷാണ് കേട്ടോ. ഇത് ലിക്വിഡ് ബ്ലഷാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് വേഗം തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര ടിൻറ്റ് നമുക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലെ തോന്നും. സോ നമ്മളത് അപ്ലൈ ചെയ്തതിന് ശേഷം വേഗം തന്നെ ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് പൗഡറാണ്. നമ്മുടെ ഫേസിൽ മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പാക്ട് പൗഡർ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പവർ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കോമ്പാക്റ്റാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതല്ല, ഇത് ഞാൻ ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ്, ട്രെൻഡ്സ് ഫാഷനിൽ പോയപ്പോൾ അവിടെ കോമ്പാക്റ്റ് ഈ പവർ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ആണെങ്കിലും കോമ്പാക്റ്റ് അങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തൊരു കോമ്പാക്റ്റാണ് കേട്ടോ. ഇത് നല്ലൊരു കവറേജ് തരുന്നൊരു കോമ്പാക്റ്റാണ്. നമ്മൾ കോമ്പാക്റ്റും സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ലപോലെ എല്ലാവിടെയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ഓൾസോ നമ്മൾ ഈ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനതൊരു കോട്ടൺ പാഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തെടുക്കല്ല, ജസ്റ്റ് ഒന്ന് കോട്ടൺ പാഡ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് അതൊന്ന് ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് അപ്പോൾ തന്നെ നമ്മുടെ ലിപ്സ് നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും. ആൻഡ് ഞാൻ അതിന് ശേഷം ഒരു ലിപ്പ് ലൈനർ, ഒരു മാൾസിൻ്റെ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ എടുത്തിട്ട് ഞാൻ ലിപ്സിൽ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് ലിപ്സ്റ്റിക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പവർ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ദിസ് ഈസ് ഓൾസോ ഞാൻ ട്രെൻഡ്സിൽ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്ലൈ ചെയ്തൊരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ഔട്ട് ആവും. നല്ല മാറ്റ് ഫിനിഷ് തരുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഫേസസ് കാനഡയുടെ ഒരു ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളേത് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് സെയിം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കര ചെറുതാണ്, അപ്പോൾ ഞാൻ ഒരുപാട് ഭയങ്കര തിക്കായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് ലൈറ്റായിട്ട് ഐസിൽ എഴുതിയിട്ട് സൈഡിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ ഞാൻ ജസ്റ്റ് നമ്മൾ കെട്ടിവെച്ച ഹെയർ എല്ലാം ജസ്റ്റ് അഴിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ ടൈ ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ ഹെയർ സ്റ്റൈൽസ് അങ്ങനെ അധികം അറിയത്തില്ല. നോർമലി എനിക്ക് ഹെയർ സ്റ്റൈൽസ് അങ്ങനെ അധികം അറിയത്തില്ല. സോ ഞാൻ ജസ്റ്റ് ഫ്രീ ഹെയർ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ഫേസിൻ്റെ ഗ്ലോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ഡ്യൂയി ഫിനിഷിംഗ് ഉള്ളൊരു മേക്കപ്പാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഇതിന് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.